കാസർഗോഡ് ജില്ലയിൽ ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ EVM കമ്മീഷനിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഉള്ള ഇന്നലെ രാത്രി ഈ കലേശ്ശേരി മണ്ഡലത്തിൽ ഒരു ഹോം വോട്ടിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കണ്ണൂർ കളക്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പോളിംഗ് പാർട്ടീസ് എല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പുതിയ ടീം ഇട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാ ടീമുകളോടും കൂടി നമ്മൾ ഒരു സെൻസിറ്റൈസ് ചെയ്ത് വളരെ സുതാര്യമായിട്ട് രീതിയിൽ ഇലക്ഷൻ നടത്തണം എന്നാണ് നമ്മൾ എല്ലാവരുടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ടീമുകളും വളരെ നല്ല രീതിയിൽ സുതാര്യമായ രീതിയിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഈ സീക്രസി മിസ്സാകാത്ത രീതിയിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് ഇപ്പോൾ നടക്കുകയാണ്. 18, 19, 20 ഈ 3 തീയതികളിലും നമ്മൾ ഈ പോളിംഗ് പേഴ്സണൽക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഹാജരാകാത്ത ആളുകൾക്ക് എതിരെ കർശനമായിട്ടുള്ള നടപടികളുണ്ടാവും. ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് പങ്കെടുക്കാത്ത ആളുകൾക്കെതിരെ ഒരുപാട് ആളുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പങ്കെടുക്കുന്ന വോട്ട് അവസരം കിട്ടിയ ആളുകൾ പങ്കെടുക്കാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഈ ആബ്സെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ തീർച്ചയായിട്ടും നടപടികളുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ പോളിംഗ് ഡ്യൂട്ടി കിട്ടിയ എല്ലാവരും കൃത്യമായിട്ട് പോളിംഗിൽ ട്രെയിനിങ്ങിൽ ഹാജരാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി എല്ലാ ദിവസവും ഞാൻ 5:30 മണിക്ക് മീഡിയയിൽ കാണും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയറാക്കി മുന്നോട്ട് പോവാം. എനി ക്വസ്റ്റ്യൻസ്? ഭാര്യയ്ക്കും ഭർത്താവിനും ഇലക്ഷൻ കൊടുക്കുന്ന പ്രശ്നമുണ്ട്. അതിൽ അങ്ങനെ കുറെ പേർക്കുണ്ട്. മാത്രമല്ല പല കോളേജുകളിൽ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും അവരാരും ഡ്യൂട്ടി ഇല്ലാത്ത ആളുകളുണ്ട്. ഡ്യൂട്ടി എടുക്കാൻ തയ്യാറുള്ളതാണ് ഇങ്ങനെ ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുന്ന വ്യാപക ഒരു ആക്ഷേപം. അതിനെന്തെങ്കിലും പരിഹാരം ഇനി സാധ്യമാണോ? എങ്ങനെയാണ്? ഇനി അതിൻ്റെ സാധ്യത കുറവാണ്. ഞാൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇലക്ഷൻ സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ ആർക്കും എക്സംഷൻ കൊടുക്കാനില്ല. അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. ഏതെങ്കിലും എക്സ്ട്രീം സാധ്യതകൾ വരുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും 100% ആളുകൾ പ്രസൻ്റ് ആയിരിക്കണം. അവിടെ എത്തിച്ചേർന്ന ശേഷം നമുക്ക് നോക്കാം. ആളുകൾക്ക് ഒരു മാനുഷിക ഇതും കാണിക്കണമല്ലോ. പക്ഷേ അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാളും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസൻസ് ആയിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ റീപോൾ നടത്താനുള്ള പ്രൊവിഷൻസ് ഇല്ല. ആ വോട്ട് നമ്മൾ അസാധുവാക്കും. യെസ്, അതുമാതിരി ഇനി എവിടെയും സംഭവിക്കാൻ പാടില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ അവിടെ വരുന്ന ഏജൻറ്റുമാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹോം വോട്ടിംഗ്. എല്ലാ ഹോം വോട്ടിംഗ് ചെയ്യുന്ന ആളുകളുടെയും നമ്മൾ വീഡിയോഗ്രാഫറുണ്ട്. വീഡിയോഗ്രാഫി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഏത് കാരണവശാലും നമ്മൾ അവരുടെ വോട്ടർമാരുടെ ഈ സീക്രസി നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ വോട്ടറിങ് നടത്തേണ്ടത്. അത് ട്രെയിനിങ്ങിൽ വളരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീൽഡിൽ പോകുമ്പോഴും ഈ ടീമുകൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സാമ്പിളിൽ പല നോട്ടീസും നൽകിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? കാരണം കുട്ടികളെ ഉപയോഗപ്പെടുത്തി, ഒപ്പം തന്നെ മൈക്ക് പെർമിറ്റ് ഇല്ലാതെ ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അതിൽ അവർ മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ പരിശോധിച്ച് അതിനുള്ള നടപടികൾ എടുക്കും. ഇല്ല, അത് തീരുമാനം ഇതുവരെയ്ക്കും ആയിട്ടില്ല. അത് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ പോലീസോടും ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയ ശേഷം നമുക്ക് ആലോചിക്കാം. അതായത് ഈ ഫേക്ക് മെസ്സേജ് ഓൺലൈനിലോ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് വളരെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തവർക്ക് എതിരെ നമ്മൾ കർശനമായിട്ടുള്ള നടപടികളുണ്ടാവും. അത് ഈ ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് നമുക്ക് ഒരുപോലെ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നും അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് നമ്മൾ കിട്ടിയ ശേഷം തന്നെ പോലീസിന് ഫോറൻസിക് എക്സാമിനേഷന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ആളുകളെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടപടിയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏത് വ്യാജ വാർത്ത ഏത് വന്നാലും തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഇടപെട്ട നടപടികൾ ഉണ്ടാവും.